കരുണാസമ്പന്നനായ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ആഴ്ചയുടെ ആരംഭ ദിവസം മുതൽ ഈ അവസാനത്തെ സന്ധ്യ വരെ അവിടുന്ന് നമ്മെ പരിപാലിച്ചു. നമുക്ക് ആവശ്യമായിരുന്നതൊക്കെ അളവ് കൂടാതെ തന്നു. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് കോപം കാണിക്കാതെ, പുത്രനായ യേശുവിലൂടെ നമ്മെ കരുതിയ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. ജീവനുള്ള കാലത്തോളം നമ്മെ നടത്തുവാൻ ഈ ദൈവം ശക്തനാണല്ലോ. അതും പോരാ എന്ന് വന്നിട്ട് ഈ ലോകം വിട്ടു കഴിഞ്ഞാലും നമ്മൾ ആ കർത്താവിനോട് കൂടെയായിരിക്കും. വിട്ടുകഴിഞ്ഞാൽ മാത്രമല്ല, മരണത്തിലും മായാത്ത മറയാത്ത ഒരു സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ജീവിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. മരണത്തിലും നാം ഏകരല്ല. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വലിയ പ്രത്യാശയ്ക്കായി ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അതിശ്രേഷ്ഠതകളെപ്പറ്റി നമ്മൾ പഠിച്ചു വരുന്നു. പ്രത്യേകിച്ച് നാം ഇപ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചു വരുന്നത്. സ്തോത്രം. നമുക്ക് ഒന്നും കൂടെ ആ 3-4 വാക്യങ്ങൾ വായിക്കാം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങൾ നമ്മൾ ആ വാചകത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി 3-ന്റെ തുടക്കം മുതൽ വായിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ചിന്താവിഷയം 4 മുതൽക്കാണ്. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്താൽ ഉളവായ ശ്രേഷ്ഠതയാണ്. So chapter 1 verses from 4 we see the deity of Jesus, whereas in chapter 2 verses from 5 we see the humanity of Jesus. A comparison and a contrast. നമുക്കിവിടെ ഒരു തുലനാത്മകമായ പഠനം കാണാം. ഒപ്പം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതിലാണ് നാം കാണുന്നത് ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ 5 മുതൽ പറയുന്നത് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, കാരണം കർത്താവ് ജഡമെടുത്തു, മനുഷ്യത്വം, യേശുവിന്റെ മനുഷ്യത്വം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. മനുഷ്യനായിട്ട് യേശു പിറന്നു.
അത് കേവലം ഒരു പ്രത്യക്ഷത മാത്രമായിരുന്നില്ല, വാസ്തവമായും യേശു ജഡമെടുത്തു. ആ രണ്ട് പദങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും വളരെ ശ്രദ്ധയോടെ കാണുക. സ്തോത്രം. മാനിഫെസ്റ്റേഷൻ ഓർ അപ്പിയറൻസ് ഈസ് ഡിഫറെന്റ്, ആൻഡ് ടേക്കിംഗ് human body, manifesting in human flesh is different. സ്തോത്രം. അത് കേവലം ഒരു പ്രത്യക്ഷത മാത്രമായിരുന്നില്ല പഴയ നിയമത്തിലേതുപോലെ. പകരം അക്ഷരീയമായും യേശു ജഡമെടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ ആദ്യവാക്യങ്ങളിൽ പറഞ്ഞത്, ഞങ്ങൾ ആദി മുതലുള്ളതും ആ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ. ലിറ്ററലി, അക്ഷരീകമായി യേശുവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു. പലരും യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവം എന്ന് വിശ്വസിക്കുന്നില്ല. യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവം എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ തോന്നി, അങ്ങനെ കണ്ടു. പക്ഷെ അക്ഷരികമായ യേശുവിന് ഒരു ശരീരം ഇല്ലായിരുന്നു എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ പാപമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് രണ്ടും? യേശുക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധവും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വ നിഷേധവും. ഇത് രണ്ടും ഒരുപോലെ പാപമാണ്. സ്തോത്രം. Whether denying the deity of Jesus or the humanity of Jesus, both are serious sins alike. സ്തോത്രം. വേദപുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ശരിയായ ഉപദേശം, സ്തോത്രം, എ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ in Christ. Hypostatic union. ഒട്ടും കുറയാതെ യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചിരുന്നു. Jesus was fully God and fully man at a time. When Jesus took the humanity, he didn't diminish his deity. രണ്ടും ഒരുപോലെ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം യേശുക്രിസ്തുവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്ന് മനസ്സിലാക്കുന്നത്. എപ്പോൾ? ഒരേ സമയം തന്നെ. ദൈവത്വത്തിന്റെ മഹത്വം കർത്താവ് തീർച്ചയായും ഉരിഞ്ഞു വച്ചിരുന്നു. അതിൽ തർക്കമില്ല. സ്തോത്രം. ജീസസ് ഹാഡ് പുട്ട് ഓഫ് ദ സ്പ്ലെൻഡർ ഓഫ് ഹിസ് ഡീറ്റി വൈൽ ഹി വാസ് ഓൺ എർത്ത്. ഭൂമിയിലായിരുന്നപ്പോൾ യേശു തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വം പൂർണ്ണമായും ധരിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ യേശു പൂർണ്ണ ദൈവം ആയിരുന്നില്ല എന്നല്ല അർത്ഥം. പൂർണ്ണ ദൈവം ആയിരുന്നപ്പോൾ തന്നെ ദൈവത്വത്തിന്റെ പൂർണ്ണ മഹത്വം താൻ ധരിച്ചിരുന്നില്ല. സ്തോത്രം. സംശയമില്ലല്ലോ.
അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവിനോട് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചത്. സ്തോത്രം. എത്രാം വാക്യാണ്? 24. അല്ല, അതിനു മുമ്പ് 4-5 വാക്യങ്ങൾ. പിതാവേ, ലോകം ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കണ്ടോ? ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അതിന്റെ അർത്ഥം, ഭൂമിയിൽ കർത്താവ് ജഡം ധരിച്ചു വന്നപ്പോൾ ആ മഹത്വം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ല. ഇങ്ങോട്ട് ആ മഹത്വത്തിൽ വന്നിരുന്നെങ്കിൽ ഭൂമിയിലേക്ക് ജഡമെടുത്ത് വന്നപ്പോൾ ദൈവത്വത്തിന്റെ ആ പൂർണ്ണ മഹത്വവുമായിട്ട് യേശു വന്നിരുന്നെങ്കിൽ ക്രൂശിൽ മരിക്കാനൊക്കത്തില്ലായിരുന്നു. മനുഷ്യന് തൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് he diminished his splendor of deity. എന്നാൽ അത് പറഞ്ഞു വരുമ്പോൾ ചിലർ പറയും തൻ്റെ ദൈവത്വത്തെ ഉപേക്ഷിച്ചിട്ട് വന്നു. ഇല്ല, ദൈവത്വത്തെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഉപേക്ഷിച്ചുമില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ജീസസ് never gave up nor even diminished his deity. It is quite impossible to give up his deity. ദൈവമായതുകൊണ്ട് തൻ്റെ ദൈവത്വത്തെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് പറ്റില്ല. പിന്നെ ദൈവത്തിന് പറ്റുന്നത് എന്തേ ഉള്ളൂ? ആ മഹത്വം ഒന്ന് കുറയ്ക്കാം. സ്തോത്രം. ആ തേജസ് ഒന്ന് കുറയ്ക്കാം. അത് കർത്താവ് ചെയ്തു. അതുകൊണ്ടാണ് തൻ്റെ തേജസ്കരണത്തിന്റെ സമയം വന്നപ്പോൾ പ്രാർത്ഥിച്ചത്, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ലോകം ഉണ്ടാകും മുമ്പേ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണമേ, എന്നെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വേറെ ഒരു ന്യൂബോൺ ബേബ്, നവജാത ശിശുവിൻ്റെയും വസ്ത്രധാരണത്തെക്കുറിച്ച് എങ്ങും രേഖകളില്ല. സ്തോത്രം. കാരണം പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ഒക്കെ കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ ശീലയിൽ തുണിയിൽ ചുറ്റുകയാണ് പതിവ്. ആ തുണി അതിൻ്റെ വിലയൊക്കെ വ്യത്യാസം കാണുമെന്നേ ഉള്ളൂ. എന്നാൽ അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ കുഞ്ഞ് ജനിച്ചാലും പണക്കാരൻ്റെ കുഞ്ഞ് ജനിച്ചാലും വല്ല സെലിബ്രിറ്റികളുടെ മക്കൾ ജനിച്ചാലും ഒന്നും ആ കാര്യം എടുത്ത് പറയാറില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചും ജനിച്ചപ്പോൾ ധരിച്ച വസ്ത്രത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ തിരുവെഴുത്തുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താ? മഹത്വവും തേജസ്സും വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെയും ധരിച്ചിരുന്നവനാണ്. ആ തേജസ്സിന്റെ വസ്ത്രമൊക്കെ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ ശിശുക്കളെ പോലെ ഈ ഭൂമിയിൽ വസ്ത്രം ധരിച്ച് നഗ്നത മറയ്ക്കേണ്ട അവസ്ഥയിൽ പിറന്നത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം മറച്ചു വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യത്വം കൊണ്ട് ദൈവത്വത്തെ യേശു മറച്ചെന്നും പറയരുത്. അതും സാധ്യമായ കാര്യമല്ല. Even it is quite impossible to cover up the glory, the splendor, the majesty of deity with that of
humanity. No, that also is not possible. അതും സാധ്യമായ കാര്യമല്ല. അപ്പോൾ യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 2 താരതമ്യ പഠനമാണ് എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പറയുന്നത്. 1-ാം അധ്യായത്തിൽ യേശു തൻ്റെ ദൈവത്വം നിമിത്തം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി ജഡം സ്വീകരിച്ചതുകൊണ്ട്, അങ്ങനെ ഒരു ദൂതനും ഇതുവരെ ജഡം സ്വീകരിച്ചിട്ടില്ലായികയാൽ തൻ്റെ ജഡധാരണത്താലും താൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. സ്തോത്രം. രണ്ടാമതൊരു സംഗതി അവിടെ പറയുന്നത്, രണ്ടാമതൊരു സംഗതി അവിടെ പറയുന്നത് ഈ 2 അധ്യായങ്ങളിലായിട്ട് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ നാം കാണുന്നത് 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നു, ജീസസ് വാസ് എക്സോൾട്ടഡ് അബവ് ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ താൻ ഉന്നതനായി തീർന്നു എന്നാണ്. ദൂതന്മാരെക്കാൾ യേശു ഉന്നതനായി തീർന്നു. അതാണ് നാം 1-ാം അധ്യായം 4 മുതൽ കാണുന്നത്. എന്നാൽ അതിന് നേരെ വിപരീതം എന്ന നിലയിൽ, വിപരീതം എന്ന് പറയുന്നതിനേക്കാൾ പൂരകം, കോംപ്ലിമെന്ററി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്നാലും ഭാഷാരീതിയിൽ പറഞ്ഞാൽ വൈപരീത്യമായി, കോൺട്രാസ്റ്റായി നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്, ഹി വാസ് മെയ്ഡ് എ ലിറ്റിൽ ടൈം ലോവർ ദാൻ ദ ഏഞ്ചൽസ് എന്നാണ്. എ ലിറ്റിൽ ടൈം ലോവർ ദാൻ ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി എന്ന് കാണുന്നു. സ്തോത്രം. മൂന്നാമതൊരു കാര്യം, 1-ാം അധ്യായം 4 മുതൽ നാം കാണുന്നത്, ജീസസ് ആസ് ദ ക്രിയേറ്റർ ഫാർ ഫാർ അബവ് ഓൾ ദ ക്രിയേഷൻസ്. ആകാശം, ഭൂമി എന്നിങ്ങനെയൊക്കെയുള്ള സകല സൃഷ്ടികളെക്കാളും സ്രഷ്ടാവെന്ന നിലയിൽ യേശു പരമോന്നതനായിരിക്കുന്നു. നീ ഉണ്ടാക്കിയ അവയെല്ലാം മാറിപ്പോകും, എന്നാൽ നീയോ അനന്യൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മൂവബിൾ, അൺചേഞ്ചബിൾ. അപ്പോൾ 1-ാം അധ്യായം 4 മുതൽ ലേഖകൻ പറയുന്നു, യേശു സകല സൃഷ്ടികൾക്കും അതീതനായ സ്രഷ്ടാവാം ദൈവം. പക്ഷേ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നേ? സ്തോത്രം. ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായി കണ്ടു. താഴ്ചയുള്ളവനായിട്ട് അവൻ ആരെ പോലെയായി? മനുഷ്യനായി. മക്കൾ ജഡരക്തങ്ങളോട് 14-ഉം 15-ഉം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ സ്തോത്രം. 1-ാം അധ്യായത്തിൽ പറഞ്ഞു സൃഷ്ടികൾക്ക് അതീതനായി വാഴുന്നവൻ. പക്ഷേ മീൻസ് ഇൻ ചാപ്റ്റർ 1 ജീസസ് ഈസ്
very much transcendent above the all creation, as he himself is the creator. But in chapter 2, it is stated that he became a partaker with his creation. സ്തോത്രം. തന്റെ സൃഷ്ടിയോട് താൻ സമനായിട്ട് തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെയായി തീർന്നു. സ്തോത്രം. അവിടുത്തെ സൃഷ്ടി എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മനുഷ്യനെയാണ്. സ്തോത്രം. വീണ്ടെടുക്കുവാൻ യേശു വന്നത് മനുഷ്യരെയാണല്ലോ. അപ്പോൾ അവൻ നമ്മെപ്പോലെ ആയി എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. പ്രൈസ് ഗാഡ്. സ്തോത്രം. അപ്പം ആ ഒരു താരതമ്യ പഠനം എബ്രായ ലേഖന കർത്താവ് നമുക്ക് 1ഉം 2ഉം അധ്യായങ്ങളിലായിട്ട് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ തരുന്നുണ്ട്. അതായിരുന്നു നാം നോക്കിക്കൊണ്ടിരുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ശരി, ഒന്നുമില്ല എങ്കിൽ വീണ്ടും നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ാം വാക്യം പറയുന്നു, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാകേണ്ടതിന്. സ്തോത്രം. അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായിരിക്കുന്നത് ഇൻ ഇൻഹെറിറ്റൻസ്, അവകാശത്തിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. നാമം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. നാം 4-ാം വാക്യത്തിൽ കാണുന്നത് വിശിഷ്ടമായ നാമത്തിന് താൻ 2 അവകാശിയായി. He became heir of an inheritance. ഒരു അവകാശത്തിന് യേശു അവകാശിയായി. In inheritance, as a heir, he is superior to the angels. 3-ാമത് നാം കാണുന്നു, അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. He became greater than, more excellent than the angels. ആ 3 ശ്രേഷ്ഠതകളെ കുറിച്ച് 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ആസ് എ സൺ, നീ എൻ്റെ പുത്രൻ. യേശു ദൈവപുത്രൻ എന്ന നിലയിൽ ഇന്നലെ നമ്മൾ 4 കാര്യങ്ങൾ ചുരുക്കമായിട്ട് കണ്ടു ഈ ഭാഗങ്ങളിൽ നിന്ന് യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. ഇന്ന് അല്പം കൂടെ വിശാലമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. നീ എൻ്റെ പുത്രൻ. സ്തോത്രം. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന നിലയിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെ ആരെയും ദൈവം മകൻ, പുത്രൻ എന്ന് വിളിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് സംബോധന ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ആ വ്യത്യാസത്തിലേക്ക് നമുക്ക് വരാം. ഈവൻ ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം, ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പോൾ അവിടെ ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പുത്രന്മാർ എന്ന ബഹുവചനമല്ല, പുത്രൻ എന്ന ഏകവചനമാണ്. സ്തോത്രം.
Here we have a singular form as son, not plural form as sons. പുത്രന്മാർ എന്ന നിലയിൽ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ നേരത്തെയും പഠിച്ചതാണ്. നമ്മുടെ പുത്രത്വവും യേശുവിന്റെ പുത്രത്വവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഓർമ്മ കാണുമല്ലോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജീസസ് സൺഷിപ്പ് ആൻഡ് ബിലീവേഴ്സ് സൺഷിപ്പ്. ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞു, ഓർമ്മയുള്ളവർ പറഞ്ഞു, കുഴപ്പമില്ല. യേശു നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, നാം ദത്തെടുപ്പിൽ കൂടെ ഉള്ള പുത്രന്മാർ. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ജീസസ് ഓൾസോ ഈസ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് വി ഓൾസോ സൺസ് ഓഫ് ഗാഡ് ഓർ ഈവൻ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ആ രണ്ട് വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. പ്രധാന വ്യത്യാസം, ജീസസ് ഈസ് ദ ഓൺലി ബിഗോട്ടൻ സൺ, but we are children through adoption. Jesus is the only begotten son, so his sonship is begotten sonship, whereas we are adopted children, therefore our sonship is adopted sonship. സ്തോത്രം. ആ വ്യത്യാസമാണ് തമ്മിലുള്ളത്. ഇതുപോലെ ദൂതന്മാരെയും ദൈവപുത്രന്മാരെന്ന് തീർച്ചയായും സംബോധന ചെയ്തിട്ടുണ്ട്. ദൂതന്മാരെ മാത്രമല്ല, മനുഷ്യരെയും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാണ് യേശുവിൻ്റെ പുത്രത്വം. അതാണ് നാം ഇവിടെ കാണുന്നത്. യേശു ദൈവപുത്രൻ. ആ നിലയിൽ ദൂതന്മാരെ ആരെയും ദൈവം പുത്രൻ അല്ലെങ്കിൽ പുത്രന്മാർ, മകൻ, മക്കൾ എന്ന് വിളിച്ചിട്ടില്ല. അതിന് മൂലഭാഷയിൽ രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. അതുപോലെ അതിൻ്റെ തന്നെ മറുഭാഗമാണ് ദൈവം യേശുവിൻ്റെ പിതാവായിരിക്കുന്നു. God is the father of Jesus Christ. സ്തോത്രം. ഫാദർ, പിതാവായിരിക്കുന്നു. ആ 5-ാം വാക്യത്തിലാണ് നാം കാണുന്നത്, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുന്നു. സ്തോത്രം. മറ്റൊന്നാണ് നാം കാണുന്നത്, Jesus is superior because of the confession of the Father, the declaration of the Father. പിതാവിൻ്റെ പ്രഖ്യാപനം നിമിത്തം പുത്രൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഒരു ദൂതനെക്കുറിച്ചും ദൈവം ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം, ഒരു വിളംബരം നടത്തിയിട്ടില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം നടത്തിയ പ്രഖ്യാപനം, വിളംബരം നിമിത്തം യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ് ഡ്യൂ ടു ദ ഡിക്ലറേഷൻ ബൈ ദ ഫാദർ. സ്തോത്രം. ഡിക്ലറേഷൻ ബൈ ദ ഫാദർ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ബിഗോട്ടൻ. സ്തോത്രം. 6-ാമത്തെ വാക്യത്തിൽ നാം യേശുവിനെ കുറിച്ച് കാണുന്നു, ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ദ ഫാദർ. യേശു പിതാവിൻ്റെ ആദ്യജാതൻ. സ്തോത്രം. 5-ാം വാക്യത്തിൽ നാം ഏകജാതൻ എന്ന് കണ്ടു. 6-ാം വാക്യത്തിൽ ആദ്യജാതൻ.
നിങ്ങൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പിന്നീട് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞേക്കണേ. ഞാനതൊന്ന് എഴുതി വെച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് ചിലപ്പോൾ പിന്നീട് ഞാൻ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയേക്കാം. ശ്രദ്ധിച്ചാലും. സ്തോത്രം. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആദ്യജാതൻ. 6-ാം വാക്യത്തിൽ വീണ്ടും നാം കാണുന്നു ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, എന്ന് വെച്ചാൽ Christ is yet to come into this world. That shows the possibility or the declaration of Jesus' second coming. വീണ്ടും ഭൂതലത്തിലേക്ക് വരുവാനിരിക്കുന്നവൻ. അതാണ് നാം കാണുന്നത്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു പിന്നെയും ഭൂമിയിൽ വരും. രണ്ടാമതും വരുവാനിരിക്കുന്നവൻ. സ്തോത്രം. രണ്ടാമതും വരുവാനിരിക്കുന്നവൻ, ഭൂമിയിലേക്ക് വരുവാനിരിക്കുന്നവൻ. വീണ്ടും 6-ാം വാക്യത്തിൽ നാം കാണുന്നു ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ദൂതന്മാരാൽ യേശു ആരാധിക്കപ്പെടും. ദൂതന്മാരെ ശ്രേഷ്ഠന്മാരെന്ന് കാണുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. മലക്കുകളെ ശ്രേഷ്ഠന്മാരെന്ന് കാണുന്ന യഹൂദ സംസ്കാരത്തിനെതിരെ, അവരുടെ വിശ്വാസത്തിനെതിരെ ലേഖകൻ ആഞ്ഞടിക്കുകയാണ്. നിങ്ങൾ ശ്രേഷ്ഠന്മാരായി കാണുന്ന ദൂതന്മാർ ഒരു ദിവസം എന്തു ചെയ്യും? നിങ്ങൾ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ കുമ്പിടും, നമസ്കരിക്കും. So here is the superiority of Jesus over angels, that angels are to bow down to the Lord Jesus. In normal language we can say Jesus is or will be worshipped by the angels. Angels will bow down to him, worship Jesus Christ. ദൂതന്മാർ യേശുവിനെ കുമ്പിട്ട് നമസ്കരിക്കേണ്ടതായി വരും. സ്തോത്രം. മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് പോലെ അവിടെ വലിയൊരു പാരഡോക്സ് ഉണ്ട്, ഒരു വലിയ വൈരുദ്ധ്യാത്മകതയുണ്ട്. അവർ യേശുവിനെ പ്രവാചകനായി, നബിയായോ പൈഗംബറായോ ഒക്കെ വിശ്വസിക്കുന്നു, കണക്കാക്കുന്നു. സലാമോടുകൂടെ മാത്രമേ യേശുവിന്റെ പേര് അവർ ഉച്ചരിക്കൂ. ഈസാ നബി എന്നോ ഈസാ അലൈഹി സലാം എന്നോ പറയത്തുള്ളൂ. അവരതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ദൈവമായിട്ടൊക്കെ ആരാധിക്കുന്ന നിങ്ങൾ ക്രിസ്ത്യാനികൾ യേശുവിനെ ഒരു സംബോധനയും ഇല്ലാതെ വെറും പേരാ വിളിക്കുന്ന യേശു എന്ന്. ഞങ്ങളാണെങ്കിൽ യേശുവിന് സലാം കൊടുക്കാതെ സംസാരിക്കത്തില്ല. ഈസാ അലൈഹി സലാം. ഞങ്ങൾക്ക് അത്ര ബഹുമാനമായി ഈസായോട്, നിങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവർ വേദപുസ്തകം പറയുന്നത് പോലെ യേശു ക്രൂശിക്കപ്പെട്ടെന്നോ ഉയർത്തെഴുന്നേറ്റെന്നോ വിശ്വസിക്കുന്നില്ല. പക്ഷേ യേശു മരിച്ചിട്ടില്ല, ജീവനുള്ളവനെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവര് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ക്രൂശീകരണത്തെയും അത് നിമിത്തം തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയും നിഷേധിക്കുകയും ചെയ്യുമ്പോഴും മുഹമ്മദ് നബിയെ ഈസാ നബിയേക്കാൾ വലിയവനായിട്ട് അവർ കാണുമ്പോഴും ഒരു കാര്യം അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നു,
സകല മരിച്ചവരെയും ന്യായവിസ്താര ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് ഈസായുടെ മുമ്പിൽ കുമ്പിടിപ്പിക്കുമെന്ന്. കാരണം അവർ പറയുന്നു ഈസ മാത്രമേ ഉള്ളൂ മരിക്കാതെ ജീവനോടിരിക്കുന്നത്, ബാക്കി എല്ലാവരും മരിച്ചു. സകല മരിച്ചവർക്കും ജീവനുള്ളവനായ യേശുവിന്റെ മുമ്പിൽ നമസ്കരിക്കേണ്ടി വരുമെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിനേക്കാൾ വലിയവനാണെന്ന് അവർ ഏറ്റുപറയുന്ന മുഹമ്മദ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ജീവനോടിരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ സജ്ദാ ചെയ്യണം, നമസ്കരിക്കണം. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. മുട്ടയിൽ വീണ് കിടന്ന് മുമ്പിൽ നിൽക്കുന്നവന്റെ പാദങ്ങളിൽ ഇവന്റെ നെറ്റി കൊണ്ട് മുട്ടിക്കുന്നതിനാണ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. നിസ്കാരമെന്ന് നമ്മൾ സാധാരണ പറയും, നിസ്കരിക്കുക. സജ്ദാ കർണ എന്ന് ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ പറയും. സാഷ്ടാംഗം പ്രണമിക്കുക. സകല ദൂതന്മാരും യേശുവിനെ പ്രണമിക്കും. All the angels will bow to Jesus. യേശുവിന്റെ മുമ്പാകെ കുമ്പിടും. അങ്ങനെ സകല ദൂതന്മാരും ആരാധിക്കുന്ന യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൂതന്മാരെല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരാണ്. All the angels are simply servants of our Lord. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാർ, സേവകന്മാർ മാത്രമാണ് ദൂതന്മാർ. എന്ന് വെച്ചാൽ യേശു ദൂതന്മാരുടെ യജമാനനാണെന്ന്. സ്തോത്രം. ജീസസ് ഈസ് ദ മാസ്റ്റർ of the angels, and therefore the master is above, superior to the servants. സ്തോത്രം. അനുസരിക്കാൻ മാത്രം നിയമിക്കപ്പെട്ടവർ. സ്തോത്രം. അഭിപ്രായം പറയാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അവകാശമില്ലാത്തവർ. യഹൂദന്മാർക്കിടയിൽ ഈ പ്രത്യേക കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ദൂതന്മാരെ കുറിച്ചൊക്കെ വല്ലാത്ത ചില ചിന്തകൾ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് angels could rebel against God. If God says something, he commands something, an angel could refute it. Not at all. ആ പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൂതനും കർത്താവിൻ്റെ കൽപ്പനയോട് മറക്കാൻ പറ്റില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവയ്ക്കില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൂതന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൂതന്മാരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷക വൃന്ദം. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് നേരത്തെ നമ്മൾ പഠിച്ച 13 കാര്യങ്ങളോട് ഈ കാര്യങ്ങളിലും കൂടി ചേർക്കണം. സ്തോത്രം. ഇനിയല്ല ഇത് വേറെയായിട്ട് എഴുതിയിരിക്കുന്നെങ്കിലും കുഴപ്പമില്ല, രണ്ടും കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഒടുവിൽ പറഞ്ഞാൽ മതി എത്ര ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ എന്മാത്രം കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എല്ലാവരും കൂടെ ഉണ്ടെന്നാ കരുതുന്നത്.
സ്തോത്രം. ഉണ്ടല്ലോ, എല്ലാവരും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ശരി, എങ്കിൽ നമുക്ക് 8ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഇതുവരെ എൻ്റെ ശബ്ദമല്ലേ കേട്ടെ? 8ാം വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേട്ടെ. സ്തോത്രം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 45-ാം സങ്കീർത്തനത്തിൽ നിന്നും ഒക്കെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. പുത്രനോടോ, ഹിയർ പുത്രനെ പിതാവ് സംബോധന ചെയ്യുന്നത് എങ്ങനെയാ? ദൈവമേ. God the Father himself addressed here Jesus as God. ദൈവമേ. സ്തോത്രം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. അപ്പോൾ യേശു ഇവിടെ ദൈവമാണെന്ന് പറയുന്നു. ജീസസ് ഈസ് ഗോഡ്. The Father himself addressed Jesus God. This is the proof of his deity. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുകയാണ് ഇവിടെ. സ്തോത്രം. മറ്റൊരു കാര്യം അതേ വാക്യത്തിലുണ്ട്. He is eternal. സ്തോത്രം. യേശു നിത്യനാണ്. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. The eternality or the eternity of Jesus. യേശു ക്രിസ്തുവിന്റെ നിത്യത്വത്തെ ഇവിടെ കാണിക്കുന്നു. ക്രിസ്തു നിത്യൻ. മറ്റൊരു ഭാഗം 8ാം വാക്യം പറയുന്നത് ഹീ ഈസ് ദ കിങ്. അവൻ രാജാവാണ്. യേശു രാജാവാണ്. യേശുവിന്റെ രാജത്വത്തെ കാണിക്കുന്നു. നിന്റെ സിംഹാസനം. അത് സിംഹാസനം 2 പേർക്കാ ഉള്ളത്. ഒന്ന് ന്യായാധിപന്, മറ്റൊന്ന് രാജാവിന്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. DM-ന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കാര്യം. രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലത്ത് മുഖ്യ ന്യായാധിപൻ രാജാവ് തന്നെയാണ്. ഇവിടെ അതുപോലെയാ. യേശു സിംഹാസനമുള്ളവനാണെന്ന് പറയുമ്പോൾ അവൻ ന്യായാധിപനും രാജാവുമാണ് എന്ന് തെളിയുന്നു. സ്തോത്രം. അതാണ് 8ാം വാക്യം പറയുന്നത്. സ്തോത്രം. 8ാം വാക്യം പറയുന്നത്. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. 8ാം വാക്യവും 9ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 9ാം വാക്യം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. കർത്താവെ, നീ പൂർവ്വകാലത്ത്. അവിടേക്ക് പിന്നീട് പോകാം. ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ മറ്റൊരു സ്വഭാവമാണ്. എന്താ? ഹി ഈസ് റൈച്ചസ്. അവൻ നീതിമാനാണ്. നീതിമാനാണ്. അതിനോട് ചേർത്ത് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ, അതിൻ്റെ കൂടെ ചേർക്കാവാൻ പറ്റുന്നതാണ് ഹി ലവ്സ് റൈച്ചസ്നെസ് ആൻഡ് ഹെയ്റ്റ്സ്
wickedness. ദുഷ്ടതയെ ദ്വേഷിക്കുന്നവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവൻ. അതുകൊണ്ട് യേശു നീതിമാൻ. മൂന്നായിട്ടോ അല്ല ഒന്നായിട്ടോ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം, നിങ്ങളുടെ മനസ്സുപോലെ. സ്തോത്രം. അപ്പോൾ യേശു ദൈവമാണ്, നിത്യനാണ്, ന്യായാധിപനാണ്, രാജാവാണ്, നീതിമാനാണ്, നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇവിടെ എല്ലാം. യേശുക്രിസ്തു അഭിഷിക്തൻ, ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ മശിഹാത്വത്തെ തെളിയിക്കുന്നു. അഭിഷിക്തൻ, ആനന്ദ തൈലത്താൽ അഭിഷിക്തനായവൻ. anointed with the oil of gladness. Pardon? Gladness. ആനന്ദ തൈലം കൊണ്ട് അഭിഷിക്തനായവൻ. സ്തോത്രം. ആനന്ദ തൈലത്താൽ അഭിഷിക്തൻ. അതുപോലെ നാം കാണുന്നു യേശുവിനെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. Christ is anointed above all his companions, friends. എന്ന് വെച്ചാൽ യേശു മറ്റാരേക്കാളും ഉന്നതൻ എന്നർത്ഥം. ദൂതന്മാരെക്കാൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിപാദ്യം. അപ്പോൾ തന്നെ പറയുകയാണ്, മറ്റാരേക്കാളും, ദൂതന്മാരെക്കാൾ വലിയവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കാളും അതീതനായി യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. He's anointed or he's appointed above all his companions. All his companions. അവിടെയും യേശുക്രിസ്തുവിന്റെ യുണീക്നെസ്, നിസ്തുലതയാണ് വെളിപ്പെടുന്നത്. അടുത്തത് 10ാമത്തെ വാക്യം. 10ാം വാക്യം വായിച്ചാട്ടെ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. There we see Jesus is superior to the angels because of creation. He is the creator. He is the creator. He is superior to the angels as he is the creator. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. എങ്ങനെ? സൃഷ്ടിപ്പിൽ. ദൂതന്മാരാരും എന്ത് ചെയ്തിട്ടില്ല? സൃഷ്ടി നടത്തിയിട്ടില്ല. എന്നാൽ യേശുവോ സ്രഷ്ടാവാണ്. സ്തോത്രം. യേശു സ്രഷ്ടാവായിരിക്കുന്നു. സ്തോത്രം. യേശു സ്രഷ്ടാവായിരിക്കുന്നു. ദൂതന്മാരെല്ലാം സൃഷ്ടികളായിരിക്കുമ്പോൾ യേശു സൃഷ്ടി ചെയ്തവൻ എന്ന നിലയിൽ ശ്രേഷ്ഠനാണ്. All the angels are created beings. All the angels are creatures or created beings. Whereas Jesus is the creator of everything. And therefore he is superior to angels. സകല ദൂതന്മാരും
ഗബ്രിയേലോ, മീഖായേലോ, റഫായേലോ, അവർ പറയുന്ന ഏത് ദൂതനായാലും സൃഷ്ടി ചെയ്യപ്പെട്ടവയാണ്. എന്നാൽ യേശു സകലത്തെയും നിർമ്മിച്ചവൻ. സ്തോത്രം. അതാണ് നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. സ്തോത്രം. പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സ്തോത്രം. പൂർവകാലത്ത്, അറ്റ് ദ ബിഗിനിങ്സ്. അതും യേശുവിന്റെ നിത്യത്വത്തെ, ഏഷ്യൻസി, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. യേശു പുരാതനനാണ്, അനാദിയായുള്ളവനാണെന്ന് തെളിയിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ അത് നിത്യനെന്ന് കണ്ടതുകൊണ്ട് ഇത് വേറെയായിട്ട് എടുക്കുന്നില്ല. യേശുവിന്റെ നിത്യത്വത്തോടെ ഇതും നമ്മൾ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. നിത്യത്വത്തോടെ കൂട്ടിച്ചേർക്കും. പിന്നെ നമ്മൾ കാണുന്നു 11-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് ക്രൈസ്റ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. അനശ്വരനാണ്, നശിക്കാത്തവനാണ്. സ്തോത്രം. They will perish, but thou art permanent, immutable. They all will be perished. They all will be removed, but you will not. You are permanent. സ്തോത്രം. Immutability of Jesus. യേശു ക്രിസ്തുവിൻ്റെ അക്ഷയതയെ, അവിനാശിത്വത്തെ ഇവിടെ കാണിക്കുന്നു. യേശു അക്ഷയനാണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ക്ഷയമില്ലാത്തവൻ, അഴുകിപ്പോകാത്തവൻ, നശിച്ചു പോകാത്തവൻ എന്ന് നമുക്കിവിടെ കാണാം. സ്തോത്രം. അതാണ് ആ വാക്യങ്ങളെല്ലാം പറയുന്നത്. സൃഷ്ടിയുടെ വിനാശവും സ്രഷ്ടാവിൻ്റെ അവിനാശ അവസ്ഥയും അതാണ് നാം അവിടെ കാണുന്നത്. അവയെല്ലാം മാറിപ്പോകും. സ്തോത്രം. Thou will roll them up as a mantle, and they will be changed, but thou art the same, and thy years will not cease. അതെല്ലാം യേശുവിൻ്റെ നിത്യത്വത്തെ കാണിക്കുന്നതാണ്. അവിനാശത്വത്തെയും അക്ഷയതയെയും വെളിപ്പെടുത്തുന്നതാണ്. സ്തോത്രം. പ്രൈസ് ഗാഡ്. 13-ാമത്തെ വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റി, ശ്രേഷ്ഠത എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ദൈവത്തിൻ്റെ വിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് നമ്മൾ നേരത്തെ കണ്ടതായതുകൊണ്ട് ഇവിടെ അതിനോട് ചേർത്ത് വയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ കണ്ടതുപോലെ ഇവിടെയും പുത്രനെക്കുറിച്ചുള്ള പിതാവിൻ്റെ വിളംബരമാണ്.
സ്തോത്രം. വിളംബരമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം, സ്നാനസമയത്തും മറുരൂപമലയിലും മറ്റൊരിക്കലും സ്വർഗം അരുളി ചെയ്യുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്നും ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നുമൊക്കെയുള്ള അരുളപ്പാടുകൾ നമുക്ക് കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിമിത്തം, പിതാവിൻ്റെ അരുളപ്പാടുകൾ നിമിത്തം യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയുന്നു. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. കൂടാതെ അതേ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എന്താ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം. അവിടെ നാം കാണുന്നത് ജീസസ് undefeatable conqueror, or Jesus is the conqueror there. Conqueror. അജയ്യതയാണ്, യേശുവിൻ്റെ അജയ്യതയെയാണ് നാം കാണുന്നത്. അതായത് യേശു അജയ്യൻ, സകല ശത്രുക്കളെയും കാൽ കീഴാക്കുന്നവൻ. സമയമുണ്ട്, ദൈവം നിയമിച്ച സമയം ഉണ്ട്. പക്ഷേ ഒന്നും അവന് കീഴ്പ്പെടാതെ വരികയില്ല. സ്തോത്രം. യേശു അജയ്യനാണ്. Jesus is the conqueror here. Already he is the conqueror as he conquered sin and death on the cross. But some aspects are still to be subjected to him, or upon some more things that conquering or that victory to be implemented. ചില മേഖലകളിലും കൂടെ ആ വിജയം ഉറപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഉറപ്പിക്കുകയല്ല, അത് പ്രായോഗികമാക്കപ്പെടേണ്ടതുണ്ടെന്ന് മാത്രം. അതിന് ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. കോടതി അനുവദിക്കുന്ന, കേസ് തോറ്റവർക്കും അനുവദിക്കുന്ന ഒരു സമയം പോലെ. നാം അതേക്കുറിച്ചും വെളിപ്പാട് 5-ാം അധ്യായമൊക്കെ പഠിച്ചപ്പോഴും വിശദമായിട്ട് കണ്ടതാണ്. സ്തോത്രം. ഇങ്ങനെ ഇത്രയേറെ കാര്യങ്ങൾ കുറഞ്ഞ പക്ഷം, ഇനി നമ്മൾ ഒന്നുകൂടെ വായിച്ചാൽ ചിലപ്പോൾ ചിലതും കൂടെ കിട്ടിയെന്ന് വരുന്നേക്കാം. എന്നാൽ ഓടിച്ചുള്ള ഒരു വായനയിൽ നമ്മളിപ്പം ജസ്റ്റ് വായിച്ചു പോയതു യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകൾ. എത്ര എണ്ണം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി? I got 13, but I don't know if it's right. ഇപ്പോഴത്തെ 4 following, no? Yeah, all together. 22 എഴുതിയ എല്ലാം കൂടെ ചേർത്തോ ഇപ്പോൾ പറഞ്ഞത് മാത്രമോ? മാത്രം. ഓക്കെ. ചിലർക്ക് 18 കിട്ടി എന്ന് പറഞ്ഞു. ഓക്കെ, എണ്ണ എത്രയാകട്ടെ, നമ്മൾ പറഞ്ഞതുപോലെ. ഓക്കെ, Hebrews 1:4 following 18. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും എഴുതുന്നതിൻ്റെ അനുസരിച്ചാണ്. ചിലത് കപ്പിൾ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അവിടെയുള്ള സംഗതികളെല്ലാം കിട്ടിയാൽ മാത്രം മതി. സ്തോത്രം. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, നമുക്കിതിൽ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കാൻ ഒത്തിരിയുണ്ട്. സ്തോത്രം. ഞാൻ ചിലപ്പം
ബൈബിൾ സ്കൂളിലും പറയാറുണ്ട്. ഈ ആഴ്ചയിലും ബൈബിൾ സ്കൂളിൽ ഞാൻ പോയപ്പം പറഞ്ഞു, ഓരോ പുസ്തകത്തിലും, ബൈബിളിലെ ഓരോ പുസ്തകത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മൾ പഠിച്ചാൽ പോലും ദീർഘവർഷങ്ങൾ ഒരേ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്കും പ്രസംഗ വിഷയത്തിന് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ, വേറെ ആരെ കുറിച്ച് പറയാനാ? സ്തോത്രം. The personality of Jesus and the work of Jesus are so unique that we can preach and teach and learn about them for long and long years. ഈ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന്, എല്ലാ അധ്യായത്തിലും ഇത്രയൊന്നും കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് 1 മുതൽ 14 വരെയുള്ള അല്ലെ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഏതായാലും 20-ൽ പരം കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്താൽ നമുക്ക് കിട്ടുമല്ലോ. എണ്ണത്തിൽ വ്യത്യാസം വന്നാലും 20+ lessons we can learn from this chapter itself. ഓരോന്നിനും പഠിക്കാൻ ഓരോ മണിക്കൂറുകൾ വെച്ച് നമ്മൾ മാറ്റി വെച്ചാലും, നമ്മുടെ സഭാന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു അരവർഷമെങ്കിലും പഠിക്കാനുള്ളത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. സിംപ്ലി ജീസസ്. ഓപ്പൺ ബൈബിൾ എന്നും പറഞ്ഞൊരു ബൈബിളുണ്ട്. ഞാൻ ഒത്തിരി റെഫർ ചെയ്യാറുള്ള, പ്രിഫർ ചെയ്യുകയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഓപ്പൺ ബൈബിൾ എന്ന. ബൈബിളാ, സാധാരണ ബൈബിളാ. അതിൽ ഇൻട്രൊഡക്ഷൻ, പുസ്തകത്തിൻ്റെ പേരും ഓഥർ, ഡേറ്റ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിക്ഷണറിയുടെ ഫലം ചെയ്യുന്ന ഒരു ബൈബിളാണ്. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് അതിന് 30 രൂപ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്ന് വാങ്ങിച്ചതാ. അതിലെ ഇൻട്രൊഡക്ഷനിൽ, എല്ലാ പുസ്തകത്തിൻ്റെയും ഇൻട്രൊഡക്ഷനകത്തിൽ ഒരു ചെറിയ ഹെഡിങ് ഉണ്ട്, ക്രൈസ്റ്റ് ഇൻ ദിസ് ബുക്ക്. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? പറഞ്ഞിട്ടുള്ളത് എല്ലാമൊന്നും അവിടെ പറയില്ല, പ്രധാനപ്പെട്ട ചില ചിന്തകൾ മാത്രം അവിടെ എഴുതിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ ഓരോ പുസ്തകത്തിലും ഓരോ അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന ഓരോ ഖണ്ഡികയിലും വാക്യത്തിലും ഓരോ ടെക്സ്റ്റുകളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെന്ന് ഇവിടെ യേശുവിനെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ പഠനം, ആ അറിവ്, ആ ബോധ്യം നമ്മുടെ കർത്താവിനോട് നമ്മെ കൂടുതൽ അടുപ്പിക്കും. നമ്മുടെ യേശുവിനോട് നമ്മളെ കൂടുതൽ അനുരൂപരാക്കും. സ്തോത്രം. അനുരൂപരാക്കും. ആ ഒരു പ്രത്യേക ബോധ്യത്തോടെ നമ്മുടെ നാഥനായ കർത്താവിനെ, യേശുവിനെ സ്നേഹിപ്പാൻ, അവനെ അറിയിപ്പാൻ, ആ ക്രിസ്തുവിൽ നമുക്ക് അഭിമാനിക്കുവാൻ, സന്തോഷിക്കുവാൻ, പ്രശംസിക്കുവാൻ ഈ പഠനവും കാരണമാകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നമുക്കിന്ന് പിരിയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.